സമയം നിന്ന് എന്തീ പോണത്? എന്തീ പോണെന്ന്? പെട്ടെന്നുണ്ടായ കല്യാണമാണേ. കല്യാണം ശരിയാവലൊക്കെ യോഗ അല്ലേ വെങ്കിളിയെ? ഇവിടെ ഏതെങ്കിലും തെണ്ടിയോളെ പെട്ടിരുന്നെങ്കിലേ. ഓ ഇതേതായാലും നന്നായി. ചെക്കൻ കാണാൻ ഗുണമില്ലെങ്കിലും പൂച്ചക്കാശത്ര യോഗം യോഗം. രണ്ട് പനെടുത്തോ? ഓ ആദ്യം ഒന്നി തുടങ്ങ്. അതാ ഒരു വാട്ടം. ഓ പോവാൻ പറ പള്ളിയോട്. അയാളെന്താ നിന്നെ ഞെക്കി കൊല്ലു? ഞെക്കിക്കൊല്ല ഇതെന്ത് കോഴിയാ? എടാ കുമ്പം കളിയില്ലെങ്കിൽ വേറെ ജോലി കണ്ടുപിടിക്കണം. എടാ തമ്പുരോ, അനക്ക് പറ്റുച്ച പോയാ മതി. ആരെങ്കിലും ഇവിടെ നിർബന്ധിക്കണ്ട. ഓരെന്താ ചെയ്യട്ടെ. ഓരോരുത്തർക്ക് അവരുടേതായ സ്വാതന്ത്ര്യമുണ്ട്, ജീവിതമുണ്ട്. അതിന്റെ മേൽ കുതിര കയറാൻ ആരെ അനുവദിക്കാൻ പാടില്ല. അതാണ് എന്റെ പോളിസി. ആ പോളിസി നീ കയ്യിൽ വെക്കി. തത്വം ജീവിതം. മാസങ്ങളായി നമ്മൾ രണ്ടാളും ഈ വീട്ടിൽ ഒരുമിച്ച് താമസിക്കാൻ തുടങ്ങിയിട്ടല്ലേ? ഈ പെണ്ണ് വന്നു കയറി അന്നു മുതല് നീ എന്നോട് സ്നേഹത്തോടെ ഒരു വാക്ക്, സ്നേഹത്തോടെ ഒരു നോട്ടം ഉണ്ടായിട്ടുണ്ടോ? പന്ത് തട്ടുന്ന പോലെ തട്ടി കളിക്കരുതില്ലേ നിങ്ങൾ രണ്ടാളും? അതൊരു കുതിരയേറ്റം തന്നെയാണ്. അങ്ങനെയുള്ള നിനക്ക് തത്വം പറയാനുള്ള യോഗ്യതയില്ല. തത്വം പറയണത് വളരെ കറക്റ്റാ. ഇവനിനി കള്ളു കൊടുക്കണ്ട. മറ്റുള്ളവര് ബോധം പോവാനാ കള്ളു കൊടുക്കുന്നത്. ഇവന് ബുദ്ധി തെളിഞ്ഞു വന്നത് കള്ളു കുടിക്കുമ്പോളാ. 13 കൊല്ലമായി ഞാൻ പടലിപ്പന്റെ കീഴില്. കുന്നിലെ ഒരു കളിക്ക് ചെന്നില്ലെങ്കിൽ അയാൾ എന്നെ പിരിച്ചുവിടുന്നത്. പിരിച്ചുവിട്ടാ ജീവിക്കണ്ടേ എനിക്ക്? അതെന്താ സമാനം പറയുന്നത്? മതി മതി, എഴുന്നേറ്റ് പോയി കിടന്ന് ഉറങ്ങാൻ നോക്ക്. ഞാനിനി വീട്ടിലേക്കില്ല. അതിനാരും എന്നെ നിർബന്ധിക്കണ്ട. ഒരാൾക്ക് ഭൂമിയോളം താഴാം, പാതാളത്തോളം താഴാം. അവിടെ എങ്ങനെ പോവും? ഇനി ആരും എന്നെ നോക്കണ്ട. ഞാൻ എവിടേക്കും പോവും. എവിടേക്കും പോവും. ഞാൻ ഈ വീട്ടിലേക്കില്ല. ഞാൻ ഈ വീട്ടിലേക്കേ ഇല്ല. ഇപ്പൊ നീ തൽക്കാലം അകത്തേക്ക് പോ. ഞാൻ ഇവിടെ കിടക്കും. ഞാൻ ഈ മുറ്റത്ത് കിടക്കും. ഇനി മുതൽ എനിക്ക് ഇവിടെയാണ് സ്ഥാനം. നീ അവളും കൂടെ അകത്ത് പോയി കിടന്നോ. വീട്ടുകാവലൊരു പട്ടിയെ വേണമെന്ന് നീ എന്നോട് പറഞ്ഞ ഓർമ്മയുണ്ടോ? അതെ, എന്നെ പുറത്താക്കാൻ വേണ്ടിയാണ് നീ പട്ടിയെ വാങ്ങിക്കുന്നതെങ്കിൽ നീ ഇനി പട്ടിയെ വാങ്ങിക്കണ്ട. ഞാൻ അസലായിട്ട് വരയ്ക്കും. ഒരു പട്ടിയുടെ വിലയെങ്കിലും നീ എനിക്ക് തന്നാ മതി. ഇവനെ ഞാനിത് പിടിച്ചു മാറ്റി. കുടിക്കാത്തവനെ കള്ളം കുടിപ്പിച്ച് തല്ലും ചെയ്തിട്ട് എല്ലാത്തിനും ഒരു കണക്കുണ്ട്, എല്ലാത്തിനും ഒരു പരിധിയുണ്ട്. വാങ്ങട്. സ്വയം വില കളയാനായി ഇറങ്ങി പുറപ്പെട്ട ഇങ്ങനൊക്കെ തന്നെയാ. ഇമാതിരി കോമാളി തരത്തിന് കൂട്ടു നിന്നിട്ടല്ലേ? എനിക്ക് മനസ്സിലാവുന്നില്ല, എന്താ നിങ്ങളുടെ ഉദ്ദേശം? കുറ്റം കുറവില്ലാത്ത മനുഷ്യരുണ്ടോ? ഒരാളെ ഇട്ടിങ്ങനെ കൊരങ്ങാളിപ്പിക്ക. എല്ലാരും അവനവന്റെ സന്തോഷത്തിന് വേണ്ടി തന്നെയാ ജീവിക്കുന്നത്. അയാൾക്ക് മാത്രം അതെല്ലാം പാടില്ലെന്നുണ്ടോ? അയാൾക്ക് എന്താ ഈ ഭൂമി ജീവിക്കാനുള്ള അവകാശമില്ലേ? സ്വന്തം ജീവിതം ഇങ്ങനെ മറ്റുള്ളവർക്ക് തട്ടിക്കളിക്കാനായി എറിഞ്ഞു കൊടുക്കരുത്. എണീക്ക്, വാ, നടക്ക്. വെങ്കിടെ പണി പാളിട്ടാ അവള് കാലുമാറി. വെളുക്കാൻ തേച്ചത് പാണ്ടായി. പാണ്ടാവോ? പാണ്ടായി.
ചായയില്ലേ? അതെ, ചായയില്ല ഇവിടെ. രണ്ടുപേരും ഇവിടെ ഉണ്ടായിട്ട് എന്തോലെ തന്നിറക്കണോ? അതെ, ചായ ഒന്നും ഇല്ല ഇവിടെ. ചായ ഒന്നുമില്ലെന്ന്. ചായപ്പൊടി മനസ്സാര അകത്തുണ്ട്, വേണമെങ്കിൽ ഇട്ട് കുടിച്ചോ. ഞങ്ങളെ അത്യാവശ്യം ഒന്ന് പുറത്തു പോയിട്ട് വരാം. നീ വടിമാലേ വരട്ടെ. ഒറ്റയ്ക്ക് കാര്യങ്ങൾ ചെയ്തൊന്ന് പഠിക്കട്ടെ. അതന്നെ. അല്ലേ? അല്ലാണ്ട് നമ്മൾ ഏത് കാലത്തുണ്ടാവും? എന്ത് തെറിപ്പിക്കല്ലേ. ഞാൻ ഉണ്ടാക്കിയത്രയൊന്നും നന്നാവില്ല. അയ്യോ, അതെ, എനിക്കൊന്നുമില്ല തിന്നാൻ. വിശക്കുന്നെങ്കിൽ എടുത്ത് കഴിച്ചോ, അവിടെ ഇരിക്കുന്നുണ്ട്. എന്ത് പച്ചപ്പപ്പടോ? ഇത് പൊരിച്ച പപ്പട കഴിക്കും. വേഗം നടക്ക. ഇപ്പൊ നിന്റെ നാണൊക്കെ മാറിയോ? അല്ലെങ്കിൽ നീ ഭയങ്കര നാണക്കാരനായിരുന്നല്ലോ. നീ മാജിക് പഠിച്ചിട്ടുണ്ടോ? ആളെ മാറ്റുന്ന മാജിക്. ഞാൻ ആളാകെ മാറിപ്പോയിടോ. കണ്ടാ തോന്നുന്നില്ലേ? പിന്നില്ലേ. നീ ഭയങ്കര സാധനോ. നല്ല രസമുണ്ട്. എനിക്കിഷ്ടം തോന്നുന്ന ആൾക്കാർക്കൊക്കെ എന്നോട് ദേഷ്യ. കണ്ണെടുത്താ കണ്ടുകൂടാ. പക്ഷെ എനിക്കിഷ്ടാണല്ലോ. ശരിക്കും ഞാൻ ഇതുവരെ കേട്ടിട്ടേ ഇല്ല ഇങ്ങനൊരു താലപ്പൊലിയെ കുറിച്ച്. ഞാൻ എല്ലാ കൊല്ലം പോവും. എന്തുമാത്രം ആണുങ്ങളാ പെണ്ണുങ്ങളായി ചമഞ്ഞൊരുങ്ങി വരുന്നതെന്ന് അറിയോ ഈ താലെടുപ്പിന്? നീയും മടി, നമുക്ക് ഒരുമിച്ച് പോവാം. ഏയ്, ഞാനൊന്നുമില്ല. പെണ്ണുങ്ങൾ തോറ്റുപോകും. വേണമെങ്കിൽ വന്ന് കണ്ടു നോക്ക്.